നമസ്കാരം. അപ്പോൾ 1956-ലെ ഹിന്ദു ദത്തെടുക്കൽ നിയമത്തെക്കുറിച്ചുള്ള നമ്മുടെ വിശദമായ ഈ ചർച്ചയുടെ അവസാന ഭാഗത്തേക്ക് നമ്മൾ എത്തിയിരിക്കുകയാണ്. കഴിഞ്ഞ ഭാഗങ്ങളിലൊക്കെ ദത്തെടുക്കലിന്റെ കണ്ടീഷൻസും പ്രൊസീജിയറും ഒക്കെ നമ്മൾ വിശദമായിട്ട് തന്നെ സംസാരിച്ചു. ഇനി നിയമപരമായി ദത്തെടുക്കൽ കഴിഞ്ഞാൽ പിന്നെ എന്തു സംഭവിക്കും? ആ പുതിയ കുടുംബ ബന്ധത്തിന്റെ നിയമപരമായ വശങ്ങൾ എന്തൊക്കെയാണ്? നമുക്ക് നോക്കാം. ഈ അവസാന ഭാഗത്ത് നമ്മൾ പ്രധാനമായും 4 കാര്യങ്ങളാണ് നോക്കാൻ പോകുന്നത്. ഒന്നാമതായി, ദത്തെടുക്കപ്പെട്ട കുട്ടി പുതിയ കുടുംബത്തിലേക്ക് വരുമ്പോൾ അവിടുത്തെ അവകാശങ്ങളും ബന്ധങ്ങളും എങ്ങനെയാണ് മാറുന്നത് എന്ന് നോക്കാം. പിന്നെ ഈ പുതിയ ബന്ധം എത്രത്തോളം ഉറപ്പുള്ളതാണ്, അത് മാറ്റാൻ പറ്റുമോ ഇല്ലയോ എന്ന് മനസ്സിലാക്കും. അടുത്തതായി, ദത്തെടുക്കൽ എങ്ങനെ നിയമപരമായി തെളിയിക്കാം എന്നതിനെക്കുറിച്ച് ഒരു പ്രത്യേക കാര്യം നമ്മൾ പരിശോധിക്കും. അവസാനം, ഈ പ്രോസസ്സിനെ പലതരത്തിലുള്ള ചൂഷണങ്ങളിൽ നിന്നും സംരക്ഷിക്കാൻ നിയമമൊരുക്കുന്ന ചില കാര്യങ്ങളെക്കുറിച്ചും സംസാരിക്കും. അപ്പോൾ ഒരു ദത്തെടുക്കൽ കഴിയുന്നതോടെ നിയമപരമായി ഒരു പുതിയ കുടുംബം തന്നെ രൂപപ്പെടുകയാണ്, അല്ലേ? അപ്പോൾ സ്വാഭാവികമായും ചോദ്യങ്ങൾ വരും. ആ കുടുംബത്തിനകത്തുള്ള സ്വത്തവകാശങ്ങളും മറ്റു റോളുകളുമൊക്കെ എങ്ങനെയായിരിക്കും? നിയമത്തിലെ സെക്ഷൻ 13ഉം 14ഉം ഇതിനെക്കുറിച്ചാണ് പറയുന്നത്. നമുക്കതിലേക്ക് കടക്കാം. ഇത് വളരെ സാധാരണയായി പലർക്കും ഉണ്ടാകുന്നൊരു സംശയമാണ്. ഒരു കുട്ടിയെ ദത്തെടുത്താൽ പിന്നെ നമ്മൾ കഷ്ടപ്പെട്ട് സമ്പാദിച്ച സ്വത്തിലൊക്കെയുള്ള അധികാരം നഷ്ടപ്പെടുമോ? ദത്തെടുത്ത കുട്ടിക്ക് ഓട്ടോമാറ്റിക്കായി അതിൽ അവകാശം വരുമോ? ഈ ചോദ്യത്തിന് നിയമം വളരെ വ്യക്തമായൊരു ഉത്തരം തരുന്നുണ്ട്. അപ്പോൾ ആ ഒരു പേടി വേണ്ട. സെക്ഷൻ 13 വളരെ വ്യക്തമായി പറയുന്നുണ്ട്, ദത്തെടുക്കുന്നതുകൊണ്ട് മാത്രം മാതാപിതാക്കളുടെ സ്വത്തിലുള്ള അധികാരം ഒരിത്തിരി പോലും കുറയുന്നില്ല. ആ സ്വത്ത് വിൽക്കാനും വേറൊരാൾക്ക് ഗിഫ്റ്റായി കൊടുക്കാനും അല്ലെങ്കിൽ ഒരു വിൽപത്രം വഴി ആർക്കെങ്കിലും എഴുതിവെക്കാനും അവർക്ക് പൂർണ്ണമായ അവകാശമുണ്ടായിരിക്കും. ഈ ഇന്റർ വീവോസ് എന്ന വാക്ക് കേട്ട് പേടിക്കണ്ട. ഇതൊരു നിയമപരമായ ഒരു പ്രയോഗമാണെന്നേ ഉള്ളൂ. സിമ്പിളായി പറഞ്ഞാൽ, ജീവിച്ചിരിക്കുമ്പോൾ തന്നെ ഒരാൾ തൻ്റെ സ്വത്ത് മറ്റൊരാൾക്ക് കൈമാറുന്നതിനെയാണ് ഇങ്ങനെ പറയുന്നത്. അപ്പോൾ ദത്തെടുത്താലും മാതാപിതാക്കൾക്ക് അവരുടെ ജീവിതകാലത്ത് തന്നെ അവരുടെ സ്വത്ത് ആർക്ക് വേണമെങ്കിലും കൈമാറുന്നതിന് ഒരു നിയമതടസ്സവുമില്ല. ഇനി ദത്തെടുക്കുമ്പോൾ അമ്മ എന്ന പദവി ആർക്കായിരിക്കും എന്ന കാര്യത്തിൽ ഒരു സംശയവുമുണ്ടാവാതിരിക്കാൻ നിയമം പ്രത്യേകം ശ്രദ്ധിക്കുന്നുണ്ട്. ഈ സ്ലൈഡിൽ അത് വ്യക്തമാണ്. നോക്കൂ, ഭാര്യ ജീവിച്ചിരിപ്പുള്ളൊരു പുരുഷനാണ് ദത്തെടുക്കുന്നതെങ്കിൽ ആ ഭാര്യയായിരിക്കും കുട്ടിയുടെ നിയമപരമായ അമ്മ. എന്നാൽ ഭാര്യ മരിച്ചുപോയ ആളോ കല്യാണം കഴിക്കാത്ത ആളോ ആണ് ദത്തെടുക്കുന്നതെങ്കിൽ അയാൾ ഭാവിയിൽ വിവാഹം കഴിക്കുന്ന സ്ത്രീ ആ കുട്ടിയുടെ രണ്ടാനമ്മ, അതായത് സ്റ്റെപ്പ് മദർ ആയിരിക്കും. ഓരോ സാഹചര്യം എത്ര കൃത്യമായാണ് നിയമം വേർതിരിച്ചു പറയുന്നതെന്ന് കണ്ടില്ലേ? ശരി, അപ്പോൾ സ്വത്തിന്റെ കാര്യത്തിൽ മാതാപിതാക്കൾക്ക് പൂർണ്ണ സ്വാതന്ത്ര്യമുണ്ട്. പക്ഷേ ഈ പുതിയ കുടുംബ ബന്ധം എത്രത്തോളം സുരക്ഷിതമാണ്? ദത്തെടുക്കൽ എന്നത് എപ്പോ വേണമെങ്കിലും വേണ്ടെന്ന് വെക്കാൻ പറ്റുന്നൊരു കാര്യമാണോ? സെക്ഷൻ 15ഉം 16ഉം പറയുന്നത് ഈ ബന്ധം എത്രത്തോളം ഉറപ്പുള്ളതാണ് എന്നതിനെക്കുറിച്ചാണ്. ദത്തെടുക്കലിന്റെ ആണിക്കല്ല് തന്നെ പറയാവുന്നൊരു സെക്ഷനാണ് ഇത്. സെക്ഷൻ 15. നിയമപരമായി എല്ലാ ചടങ്ങുകളും പാലിച്ചൊരു ദത്തെടുക്കൽ നടന്നു കഴിഞ്ഞാൽ അത് ഫൈനലാണ്. പിന്നെ എപ്പോഴെങ്കിലും ഒരു തോന്നലിന്റെ പുറത്ത് ദത്തെടുത്ത അച്ഛനോ അമ്മയ്ക്കോ എന്തിന് മറ്റാർക്കും തന്നെ ആ തീരുമാനം ക്യാൻസൽ ചെയ്യാൻ പറ്റില്ല. അതൊരു പെർമനന്റ് ബന്ധമാണ്. ഇതൊരു വൺ വേ ട്രാഫിക് അല്ല കേട്ടോ. നിയമം രണ്ട് കൂട്ടർക്കും ഒരുപോലെയാണ് ബാധകം. ദത്തെടുത്ത മാതാപിതാക്കൾക്ക് ഇത് റദ്ദാക്കാൻ പറ്റില്ല എന്നതുപോലെ തന്നെ ദത്തെടുക്കപ്പെട്ട കുട്ടിക്ക് വലുതായതിനു ശേഷം എനിക്കിനി സ്റ്റാറ്റസ് വേണ്ട, ഞാൻ എൻ്റെ പഴയ കുടുംബത്തിലേക്ക് തിരിച്ചു പോവുകയാണ് എന്ന് പറയാനും പറ്റില്ല. പഴയ കുടുംബവുമായുള്ള നിയമപരമായ എല്ലാ കെട്ടുപാടുകളും എന്നേക്കുമായി മുറിച്ചു മാറ്റപ്പെടുകയാണ്. എന്നിട്ട് പുതിയ കുടുംബവുമായി ശാശ്വതമായൊരു ബന്ധം സ്ഥാപിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ സ്വാഭാവികമായും ഒരു ചോദ്യം വരും, ഈ ദത്തെടുക്കൽ ഇത്രയും ഉറപ്പുള്ള ഒന്നാണെങ്കിൽ അത് നിയമപരമായി നടന്നോ എന്നൊരു കോടതിയിൽ എങ്ങനെയാണ് തെളിയിക്കുക? എന്താണതിന്റെ പ്രൂഫ്? അവിടെയാണ് സെക്ഷൻ 16ന്റെ പ്രാധാന്യം. ഒരു ദത്തെടുക്കൽ നിയമപ്രകാരം രജിസ്റ്റർ ചെയ്തൊരു ഡോക്യുമെന്റ് ഉണ്ടെങ്കിൽ കോടതി അതിനെ സാധുവായിട്ട് കണക്കാക്കും. അതായത് ആ രജിസ്റ്റേർഡ് ഡോക്യുമെന്റ് കോടതിയിൽ കാണിച്ചാൽ മതി ദത്തെടുക്കൽ നിയമപരമായി നടന്നു എന്ന് കോടതിക്ക് അനുമാനിക്കാം. ഇതിനെയാണ് ലീഗൽ പ്രിസംഷൻ എന്ന് പറയുന്നത്. ഇനി ആരെങ്കിലും ഇത് ശരിയല്ല എന്ന് വാദിക്കുകയാണെങ്കിൽ അത് തെളിയിക്കേണ്ട മുഴുവൻ ഉത്തരവാദിത്വവും അവരുടെ തലയിലായിരിക്കും. അപ്പോൾ രജിസ്റ്റർ ചെയ്ത ഒരു രേഖ എന്നത് വളരെ ശക്തമായ ഒരു തെളിവാണ്. പക്ഷേ ഒരു സംസ്ഥാനത്ത് മാത്രം ഈ നിയമം കുറച്ചുകൂടി കടുപ്പാണ്. ഇന്ത്യയിൽ മറ്റൊരിടത്തും ഇല്ലാത്തൊരു ഭേദഗതി ആ സംസ്ഥാനത്ത് നിലവിലുണ്ട്. അതെ, നമുക്ക് ഉത്തർപ്രദേശിലെ ഈ ഒരു പ്രത്യേക നിയമം എന്താണെന്ന് നോക്കാം. ഇതാണ് ആ നിർണായകമായ വ്യത്യാസം. ഉത്തർപ്രദേശിൽ 1977 ജനുവരി 1 ശേഷം നടന്ന ദത്തെടുക്കലുകൾക്ക് രജിസ്റ്റർ ചെയ്ത രേഖ എന്നത് വെറുമൊരു തെളിവല്ല, അത് നിർബന്ധമാണ്. അതുമാത്രമാണ് കോടതി അംഗീകരിക്കുന്ന ഒരേയൊരു പ്രൈമറി തെളിവ്. വേറെ രീതിയിൽ പറഞ്ഞാൽ, യുപിയിൽ രജിസ്റ്റേർഡ് ഡോക്യുമെന്റ് ഇല്ലെങ്കിൽ കോടതിയുടെ കണ്ണിൽ ആ ദത്തെടുക്കലിന് നിയമപരമായ സാധുതയേയില്ല. ഇനി അവസാനമായി, ദത്തെടുക്കൽ എന്ന പ്രക്രിയയുടെ പവിത്രതയും സത്യസന്ധതയും സംരക്ഷിക്കാൻ വേണ്ടി
ഈ നിയമം ഒരുക്കുന്ന ചില ശക്തമായ സുരക്ഷാ കവചങ്ങളെക്കുറിച്ച് നോക്കാം. സെക്ഷൻ 17 വളരെ ശക്തമായ ഒരു സന്ദേശമാണ് നൽകുന്നത്. ദത്തെടുക്കൽ എന്നത് ഒരു കുടുംബമുണ്ടാക്കുന്ന കാര്യമാണ്, അല്ലാതെ പണം കൊടുത്തൊരു കുട്ടിയെ വാങ്ങുന്ന കച്ചവടമല്ല. ഈ നിയമം ഒരു പഴുതും ബാക്കി വയ്ക്കുന്നില്ല. ഒരു കുട്ടിയെ ദത്തെടുക്കുന്നതിന് പകരമായി പണമോ മറ്റെന്തെങ്കിലും തരത്തിലുള്ള പ്രതിഫലമോ കൊടുക്കുന്നതും വാങ്ങുന്നതും എന്തിന് അങ്ങനെ ഒരു കാര്യത്തിന് സമ്മതിക്കുന്നത് പോലും നിയമം കർശനമായി നിരോധിച്ചിരിക്കുന്നു. ദത്തെടുക്കലിനെ ഒരു കച്ചവടമാക്കുന്നത് പൂർണ്ണമായും തടയുക എന്നതാണ് ലക്ഷ്യം. ഇനി ആരെങ്കിലും ഈ നിയമം ലംഘിച്ചാൽ എന്തു സംഭവിക്കും? അതിന് കടുത്ത ശിക്ഷയും നിയമം ഉറപ്പാക്കുന്നുണ്ട്. കണ്ടില്ലേ, 6 മാസം വരെ തടവ് ശിക്ഷ ലഭിക്കാവുന്ന ഒരു കുറ്റമാണിത്. അതോടൊപ്പം പിഴയും ഈടാക്കാം. ചിലപ്പോൾ രണ്ടും ഒരുമിച്ചും ശിക്ഷയായി ലഭിക്കാം. കുട്ടികളുടെ ജീവിതം വെച്ച് സാമ്പത്തിക ഇടപാടുകൾ നടത്തുന്നത് നിയമം എത്ര ഗൗരവത്തോടെയാണ് കാണുന്നത് എന്നതിന് ഇതിലും വലിയ തെളിവ് വേണ്ട. അതേസമയം ഈ നിയമം ആരും ദുരുപയോഗം ചെയ്യാതിരിക്കാനും ഒരു സംവിധാനമുണ്ട്. ഒരാൾക്കെതിരെ ഈ വകുപ്പ് പ്രകാരം കേസെടുക്കണമെങ്കിൽ സംസ്ഥാന സർക്കാരിൻ്റെയോ അല്ലെങ്കിൽ സർക്കാർ അധികാരപ്പെടുത്തിയ ഒരു ഉദ്യോഗസ്ഥൻ്റെയോ മുൻകൂർ അനുമതി വേണം. വ്യാജമായ ആരോപണങ്ങളിൽ നിന്ന് ആളുകളെ സംരക്ഷിക്കാൻ വേണ്ടിയുള്ള ഒരു സുരക്ഷാ നടപടിയാണിത്. അപ്പോൾ നമ്മുടെ ഈ 4 ഭാഗങ്ങളുള്ള ചർച്ച അവസാനിപ്പിക്കുമ്പോൾ ഈ നിയമത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ നമുക്ക് ഒന്നുകൂടി ഓർക്കാം. ദത്തെടുക്കൽ എന്ന് പറയുന്നത് ഒരിക്കലും റദ്ദാക്കാൻ പറ്റാത്ത സ്ഥിരമായ അവകാശങ്ങളും ബന്ധങ്ങളും ഉണ്ടാക്കുന്നു. നിയമപരമായി അത് തെളിയിക്കാൻ രജിസ്റ്റർ ചെയ്ത ഒരു രേഖ വളരെ പ്രധാനമാണ്. പിന്നെ ഏറ്റവും പ്രധാനമായി ദത്തെടുക്കലിനു വേണ്ടിയുള്ള പണമിടപാടുകൾ കർശനമായി നിരോധിച്ചിരിക്കുന്നു. ഈ ചർച്ച അവസാനിപ്പിക്കുമ്പോൾ ഒരു ചോദ്യം ബാക്കിയാവുന്നുണ്ട്. 60 വർഷങ്ങൾക്ക് മുൻപുണ്ടാക്കിയ ഈ നിയമങ്ങൾ ഇന്നത്തെ ഈ ആധുനിക ഇന്ത്യയിൽ ഒരു കുട്ടിയുടെ ക്ഷേമം സംരക്ഷിക്കാൻ എത്രത്തോളം ശക്തമാണ്? കാലത്തിനനുസരിച്ച് ഇതിൽ മാറ്റങ്ങൾ വരേണ്ടതുണ്ടോ? എന്താണ് നിങ്ങൾക്ക് തോന്നുന്നത്? തീർച്ചയായും ചിന്തിക്കുക. നന്ദി.